ഐതിഹ്യമാല അധ്യായം 58 കൊടുങ്ങല്ലൂർ വസൂരിമാല. മേലെ എഴുതിയിരിക്കുന്ന ഈ പേര് കൊടുങ്ങല്ലൂർ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ് ഭിക്ഷയ്ക്ക് നടക്കുന്നവർ പറഞ്ഞെങ്കിലും കേട്ടിട്ടില്ലാത്തവർ കേരളത്തിലധികം ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ അതാരാണെന്നും ആ മൂർത്തിയുടെ ഉത്ഭവം ഏതു പ്രകാരമാണെന്നും മറ്റും അറിഞ്ഞിട്ടുള്ളവർ ചുരുക്കമാണെന്നാണ് തോന്നുന്നത്. അതിനാൽ വസൂരിമാലയുടെ ഒരു വിവരണം അനാവശ്യമാവുകയില്ലെന്ന് കേവലം വിശ്വസിക്കുന്നു. ത്രൈലോക കണ്ഠനായി ധാരികൻ എന്നൊരു അസുരനുണ്ടായിരുന്നുവെന്നും അവനെ നിഗ്രഹിക്കുന്നതിനായി ശ്രീ പരമേശ്വരന്റെ 3-ാം തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളി അവതരിക്കുകയും ആ ദേവി യുദ്ധത്തിൽ അവനെ കൊല്ലുകയും ചെയ്തുവെന്നും മറ്റുമുള്ള കഥ മാർക്കണ്ഡേയ പുരാണത്തിൽ അന്തർഭൂതമായ ഭദ്രോൽപത്തി പ്രകരണം വായിച്ചും മറ്റും എല്ലാവർക്കും അറിഞ്ഞിരിക്കുമല്ലോ. ആ ദാരുകാസുരന്റെ ഭാര്യ മായാസുരന്റെ പുത്രിയായ മനോധരി എന്ന സുന്ദരിയായിരുന്നു. ധാരികൻ ഭദ്രകാളിയുമായുള്ള യുദ്ധത്തിൽ മരിച്ചു പോകുമെന്ന് ഏകദേശം തീർച്ചയായപ്പോൾ മനോധരി കൈലാസ സമീപത്തെങ്കിൽ ചെന്ന് ശ്രീ പരമേശ്വരനെ കുറിച്ച് അതികഠിനമായ തപസ് തുടങ്ങി. അവൾ വളരെ കാലം തപസ് ചെയ്തിട്ടും ഭഗവാൻ പ്രസാദിക്കുകയോ അവൾക്ക് വല്ല വരവും കൊടുക്കുകയോ ചെയ്തില്ല. അതിനാൽ ശ്രീ പാർവതി, അല്ലയോ ഭഗവാനെ പ്രാണനാഥ, ഈ സ്ത്രീ ഭഗവാനെ കുറിച്ച് വളരെ നാളായല്ലോ അതികഠിനമായ തപസ് ചെയ്യുന്നത്. അവിടുന്ന് പ്രസാദിച്ച് അവളുടെ അഭീഷ്ടങ്ങളൊക്കെ ഒടുക്കാത്തത് എന്താണ് എന്ന് ചോദിച്ചു. ശ്രീ പരമേശ്വരൻ മറുപടി പറഞ്ഞു, അല്ലയോ ഭദ്രേ, പ്രാണപ്രിയെ, ഇവളേറ്റവും ദുഷ്ടയാണ്. ഇവളുടെ ഭർത്താവായ ദാരുകാസുരന് ബ്രഹ്മാവ് വേണ്ടുന്ന വരങ്ങളെല്ലാം കൊടുക്കുക നിമിത്തം ദാരുകാസുരൻ ത്രൈലോകവ്യാസികളെ എത്രമാത്രം ഉപദ്രവിച്ചു എന്നുള്ളത് ഭവതിക്കും അറിയാമല്ലോ. ഇവളുടെ ഇഷ്ടപ്രകാരമുള്ള വരം ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇവളും ലോക ഉപദ്രവത്തിന് കാരണയായി തീരും. അതിനാലാണ് ഞാൻ ഇവൾക്ക് വരമൊന്നും കൊടുക്കാതിരിക്കുന്നത്. ദാരികനെ ഇപ്പോൾ നമ്മുടെ പുത്രിയായ ഭദ്രകാളി നിഗ്രഹിച്ചിരിക്കും. അവന്റെ ഉപദ്രവം തീർന്നപ്പോഴേക്കും മറ്റൊരു ഉപദ്രവം ഉണ്ടാക്കി വെച്ചു എന്ന് വരുത്തുന്നത് കഷ്ടമാണല്ലോ. ശ്രീപാർവതി പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, എങ്കിലും ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കാതിരിക്കുന്നതും കഷ്ടമാണല്ലോ. ഇവളുടെ ഭർത്താവിനെ നമ്മുടെ പുത്രി നിഗ്രഹിച്ചുവെങ്കിൽ ഇവളിപ്പോൾ അനാഥയായ ഒരു വിധവയായി തീർന്നിരിക്കുന്നു. ഇവളെ അവിടുന്ന് അനുഗ്രഹിക്കാത്ത പക്ഷം ഇവൾക്കിനി ആരാണ് ഒരു ശരണം? അതിനാൽ എന്തെല്ലാം ആയാലും അവിടുന്ന് ഇവളെ അനുഗ്രഹിച്ചയക്കണം എന്ന് പറഞ്ഞു. ഇപ്രകാരം ശ്രീപാർവതിയുടെ നിർബന്ധ നിമിത്തം ഭഗവാൻ ശ്രീ പരമേശ്വരൻ തൻ്റെ ദേഹത്തിലെ വിയർപ്പ് വെള്ളം വടിച്ചെടുത്തു കൊടുത്തിട്ട്, നീ ഇതുകൊണ്ടുപോയി മനുഷ്യരുടെ ദേഹത്തിൽ തളിക്കുക, നിനക്ക് വേണ്ടുന്നതെല്ലാം മനുഷ്യർ തരുമെന്ന് അരുളി ചെയ്ത് മനോധരിയെ അയച്ചു. മനോധരി ഇപ്രകാരം ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് കൈലാസത്തെങ്കിൽ പുറപ്പെട്ടു. മാർഗമത്തിയെ അവൾ ഭദ്രകാളിയെ കണ്ടു. ഭദ്രകാളി ധാരികനെ കൊന്നവന്റെ ശിരസ് മുറിച്ചെടുത്ത് ഇടത് കൈയിൽ വഹിച്ചുകൊണ്ടും വേതാളിയുടെ കഴുത്തിൽ കയറി ഭൂതപ്രേത പിശാചാദികളോടും കൂടി ജയഭേരി മുഴക്കിച്ചും കൊണ്ടും ആർത്തു വിളിച്ചും കൊണ്ടും കൈലാസത്തിങ്കിലേക്ക് വരുമായിരുന്നു. ഈ ഘോഷയാത്ര കണ്ടിട്ട് മനോധരിക്ക് ഒട്ടും രസിച്ചില്ലെന്നല്ല, വളരെ വ്യസനമുണ്ടാകുകയും ചെയ്തു. ഈ ദുഷ്ട എൻ്റെ ഭർത്താവിനെ കൊന്നുവല്ലോ, അതിനാൽ ഇതാദ്യം ഇവളിൽ തന്നെ പ്രയോഗിക്കാമെന്ന് വിചാരിച്ച് മനോധരി ശ്രീ പരമേശ്വരൻ കൊടുത്ത വിയർപ്പ് വെള്ളത്തിൽ നിന്ന് സ്വൽപ്പമെടുത്ത് ഭദ്രകാളിയുടെ ദേഹത്തിൽ തളിച്ചു. ഉടനെ ഭഗവതിയുടെ ദേഹത്തെല്ലാം കുരുക്കൾ പുറപ്പെട്ടു. തലവേദന, പനി മുതലായ സുഖക്കേടുകൾ കണ്ട് ദേവി ഏറ്റവും പരവശയായി തീർന്നു. അതിനാൽ ഭഗവതികൾ കൊണ്ട് ദേവി ഏറ്റവും പരവശയായതിനാൽ ഒരുവിധം വാഹനത്തിൽ നിന്നിറങ്ങി വഴിയിൽ തന്നെ കിടപ്പായി. ഉടനെ ഒരു ഭൂതഗണങ്ങളിൽ ചിലർ ഓടിച്ചെന്ന് വിവരം ശ്രീ പരമേശ്വരന്റെ അടുക്കൽ ഉണർത്തിച്ചു. അത് കേട്ട് ഭഗവാൻ ഏറ്റവും കോപത്തോടും വ്യസനത്തോടും കൂടി ആസനത്തിൽ നിന്ന് എണീറ്റു. അപ്പോൾ ഭഗവാന്റെ ചെവിയിൽ നിന്ന് ഒരു ഭയങ്കര മൂർത്തി ഉത്ഭവിച്ചു. ഉടനെ ഭഗവാൻ ആ തനൂജനെ അടുക്കൽ വിളിച്ചു, അല്ലയോ വത്സ, ഞാൻ നിനക്ക് ഘണ്ഠാകർണൻ എന്ന് പേരിട്ടിരിക്കുന്നു. നീ ക്ഷണത്തിൽ പോയി നിന്റെ സഹോദരിയുടെ അവശത തീർത്തു വരണം. അവൾ ഏറ്റവും പരവശയായി വഴിയിൽ കിടന്നു എന്ന് അരുളി ചെയ്യും. ഉടനെ ഘണ്ഠാകർണൻ ശ്രീ പരമേശ്വരന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് അനുഗ്രഹവും വാങ്ങിക്കൊണ്ട് പുറപ്പെട്ടു. കുറേ നേരം ചെന്നപ്പോൾ പരവശയായ വഴിയിൽ കിടന്നിരുന്ന ഭദ്രകാളിയെ കണ്ട ശിവപുത്രൻ ഭദ്രകാളിയുടെ പാദം മുതൽ നക്കി കുരുക്കളെല്ലാം തിന്നൊടുക്കി. ഒടുക്കം മുഖത്തിന് നക്കുവാനായി ഭാവിച്ചപ്പോൾ ഭദ്രകാളി മുഖം തിരിച്ചതുകൊണ്ട്, നീ എൻ്റെ സഹോദരനാണല്ലോ, മുഖത്തോട് മുഖം ചേർക്കുക ശരിയായിട്ടുള്ളതല്ല. അതിനാൽ മുഖത്തുള്ള കുരുക്കൾ എന്നും എനിക്ക് ഭൂഷണമായിരിക്കട്ടെ. ശേഷമുണ്ടായിരുന്നതെല്ലാം പോയിപ്പോയപ്പോൾ എനിക്ക് സുഖമായി കഴിഞ്ഞു എന്ന് അരുളി ചെയ്തു. ഉടനെ ഭഗവതി ചുടൽ പോലും നോക്കിയപ്പോൾ പേടിച്ചു വരച്ച് ദൂരെ മാറി നിന്നുകൊണ്ടിരുന്ന മനോധരിയെ കണ്ടിട്ട് അവളെ പിടിച്ചുകൊണ്ടുവരുന്നതിനായി ഘണ്ഠാകർണനോട് കൽപ്പിച്ചു. ഘണ്ഠാകർണൻ മനോധരിയെ പിടിച്ച് ഭദ്രകാളിയുടെ അടുക്കൽ കൊണ്ടുവന്ന് ചെന്നു. ദേവി തന്റെ വാൾ കൊണ്ട് അവളുടെ കണ്ണും ചെവിയും കാലും ഛേദിച്ചിട്ട്, നീ ഇനി കണ്ണും കേട്ടും ഓടിയും ചെന്ന് മനുഷ്യരെ ഉപദ്രവിക്കരുത്. നിന്റെ മനോധരി എന്നുള്ള പേരിനെ മാറ്റി ഞാൻ നിനക്ക് വസൂരി എന്ന് പേരിട്ടിരിക്കുന്നു. ഇനി നീ എൻ്റെ ആജ്ഞാനുകാരനെയായി പാർത്തുകൊള്ളുക എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവളെയും കൂട്ടി തൻ്റെ ഭൂതഗണത്തെയും കൂട്ടത്തിൽ കൈലാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്രകാരമാണ് വസൂരിമാല എന്ന ദേവത ഉണ്ടായിത്തീർന്നത്. ആ ദേവത ബാധിച്ചിട്ടാണ് വസൂര അല്ലെങ്കിൽ മസൂരി എന്ന വ്യാധി ഉണ്ടാകുന്നതെന്നും
ഭദ്രകാളിക്ക് വിരോധമുണ്ടാകുന്ന കാലങ്ങളിൽ ആ ദേവി പറഞ്ഞയച്ചിട്ടാണ് ഈ ദേവത മനുഷ്യരെ ബാധിക്കുന്നതെന്നുമാണ് ചിലരുടെ വിശ്വാസം. വസൂരിമാലയ്ക്ക് കണ്ണും ചെവിയും കാലുമില്ലല്ലോ. അതിനാൽ ആ ദേവത മണം പിടിച്ചും നിരങ്ങിയും ചെന്നാണ് മനുഷ്യരെ ബാധിപ്പിക്കുന്നതെന്നും അതുകൊണ്ടാണ് അടുത്ത സ്ഥലങ്ങളിൽ വസൂരിയുള്ളപ്പോൾ കടുക് വറക്കുകയും പപ്പടം കാച്ചുകയും മറ്റും ചെയ്യരുതെന്ന് പറയുന്നതെന്നും ചിലർ പറയുന്നു. പ്രശ്നക്കാർ പറയുന്നത് വസൂരി ചൊവ്വ സംബന്ധമായ ഒരു രോഗമാണെന്നും ചൊവ്വയുടെ വിരോധം കൊണ്ടുമാണ് അതുണ്ടാകുന്നതെന്നുമാണല്ലോ. ചൊവ്വ എന്ന ഗ്രഹത്തെ കൊണ്ട് നിർദ്ദേശിക്കുന്നത് ഭദ്രകാളിയാണല്ലോ. എന്നാൽ വൈദ്യന്മാർ പറയുന്നത് വസൂരിയും ത്രിദോഷങ്ങൾ കോപിച്ചുണ്ടാകുന്ന മറ്റു രോഗങ്ങളെപ്പോലെ തന്നെ ഒന്നാണെന്നാണ്. രോഗങ്ങളെല്ലാം തന്നെ പകരുന്നതാണെന്നും നേതൃത്വ ഗോഹങ്ങൾക്ക് വിശേഷിച്ചും പകരുവാനായിട്ടുള്ള ശക്തി ഒന്നും ഉണ്ടല്ലോ എന്നതാണ് വൈദ്യശാസ്ത്രം. വസൂരിയും ഗോഗ്രങ്ങളുടെ കൂട്ടത്തിലുള്ളതായാൽ പകരുന്നതിന് എളുപ്പമുണ്ടെന്നേ ഉള്ളൂ. എന്നാൽ വസൂരി ദീനത്തിന് സാധാരണ വൈദ്യന്മാർ ചികിത്സിക്കാറില്ല. വസൂരി ചികിത്സിക്കുന്ന വൈദ്യന്മാർ പ്രത്യേകം ഒരു കൂട്ടക്കാരാണ്. അഷ്ടാംഗ ഹൃദയവും മറ്റും അവർക്ക് പഠിക്കാറുമില്ല. അവരുടെ ശാസ്ത്രവും വേറെയാണ്. വസൂരി പടലമെന്നും മറ്റും അവർക്ക് പ്രത്യേകം ചില വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങളുമുണ്ട്. അവയിൽ പറയുന്ന പ്രകാരമാണ് അവർ ചികിത്സിക്കുന്നത്. എന്നാൽ വസൂരി ഉണ്ടാകാതെ ഇരിക്കുവാനും ഉണ്ടായാൽ അതിൻ്റെ ശമനത്തിനായിട്ടും ഭദ്രകാളിയെ സേവിക്കുകയാണ് വേണ്ടതെന്നും മിക്കവരും സമ്മതിക്കുന്നുണ്ട്. അത് യുക്തവും തന്നെ. ആപതിക്കും കരണീയം എന്ന ചോദ്യത്തിന് സ്മരണീയം ചരണയുഗളാംബയ എന്നാണല്ലോ കാക്കാശ്ശേരി ഭട്ടതിരി ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി ഐതിഹ്യമാല അധ്യായം 58 തീർന്നിരിക്കുന്നു. ഇനി അധ്യായം 59 ത്രിപുണിത്തറ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ തുടരും.